ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവർക്കും പൗലോ മാഷിൻ്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിൽ ഒരു ക്വസ്റ്റ്യനാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം കാണിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്കിള്. ഇത് നമ്മുടെ സർക്കിളാണ്. ഇവിടെ നമുക്കൊരു ബസ് നിൽപ്പുണ്ട്. എന്താണുള്ളത്? ഒരു ബസ്സുണ്ട്. ഓക്കെ, ഈ ബസ് ഇവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് അവസാനം ഇവിടെ തന്നെ തിരിച്ചെത്തി. ഒന്നുകൂടി മനസ്സിലാക്കി. അപ്പോൾ എന്താണ്? ഒരു ബസ്സുണ്ട്. ബസ് ഒരു സർക്കിളിന് ചുറ്റുമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു റൗണ്ടായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണെന്ന് വിചാരിച്ചു നമുക്ക്. അപ്പോൾ ആ ഗ്രൗണ്ടിന് ചുറ്റും ബസ് ഇങ്ങനെ ഒരു തവണ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഈ സമയത്ത് ബസ്സിനുണ്ടാവുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് രണ്ടുമാണ് നിലവിലത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തു, ബസ് എത്ര ഡിസ്റ്റൻസാണ് കവർ ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ബസ് ഇവിടം മുതൽ ഇവിടം വരെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത ഡിസ്റ്റൻസ് വളരെ എളുപ്പമാണ്. അത് ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പെരിമീറ്ററാണ്. ആ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതി കൊടുക്കണം. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 2πr 2 × π × r. പൈയുടെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 3.14 ആണ്. ഓക്കെ, അതേപോലെ തന്നെ പൈക്ക് 22/7 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പെരിമീറ്ററാണ് ഡിസ്റ്റൻസ്. പക്ഷേ അതേ സമയത്ത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈ 2πr അല്ല. അത് വളരെ സൂക്ഷിക്കണം. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള സ്ട്രെയിറ്റ് ലൈനിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും ഒരേ പൊസിഷനിലായത് കാരണം സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എത്ര വരും? 0 വരും. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇത് സൂക്ഷിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കണം. സ്ട്രെയിറ്റ് ലൈനായിട്ട് എടുക്കണം. STRAIGHT സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ അത് 0 ആയി പോകും. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഇത് വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്യുക. ഇവിടെ ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യമുണ്ട്. സർക്കിളിൻ്റെ പെരിമീറ്റർ എന്നുള്ള ഇക്വേഷൻ എന്താണ്? പെരിമീറ്ററിൻ്റെ ഉള്ള ഇക്വേഷനാണ് 2 × π × r. 6 റേഡിയസ് ആണ്. ഇനി സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വയ്ക്കുക. ഈ 2നെ എടുത്ത് 6ന് മേളിൽ വെച്ചാൽ മതി. എന്താണ് വരിക? π × r². πr² എന്നുള്ള ആൻസർ വരും. ഓക്കെ, ഇത് രണ്ടും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വയ്ക്കണം. ഒരു സർക്കിളിന് ചുറ്റും ബസ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കവർ ചെയ്ത ഡിസ്റ്റൻസ് 2πr ആയിരിക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിപ്പോയി. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ കുറച്ചും കൂടി ലെവലിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആദ്യം പതിവ് പോലെ തന്നെ നമ്മുടെ സർക്കിൾ ഇവിടെയുണ്ട്. ഇവിടെയാണ് നമ്മുടെ സർക്കിൾ ഉള്ളത്. ഈ സർക്കിളിൻ്റെ റേഡിയസ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. 14 മീറ്ററാണ് റേഡിയസ് തന്നിട്ടുണ്ട്. ഇത്തവണ ബസ് മൂവ് ചെയ്യുന്നത് ബസ് ഇവിടുന്ന് ഇവിടം വരെ മാത്രമേ ബസ് മൂവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെ മാത്രമേ ബസ് മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബസ് എത്ര കവർ ചെയ്തു? ഡിസ്റ്റൻസ് നമുക്കറിയാം. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം 2πr ആണ്. അപ്പോൾ അതിൻ്റെ 4/1 മാത്രമേ ഇവിടെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എഴുതാം. ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് സ്പെല്ലിംഗ് എഴുതണം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം. കംപ്ലീറ്റ് ആണെങ്കിൽ എത്രയാണ്? സർക്കിളിന് ചുറ്റുമാണെങ്കിൽ 2πr ആയിരിക്കും ഡിസ്റ്റൻസ്. ഇത് അതിൻ്റെ 4/1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2πr ഡിവൈഡഡ് ബൈ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 6ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് 14 മീറ്ററാണ് നമ്മുടെ റേഡിയസ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുകയാണ്. നമ്മൾ റേഡിയസിൻ്റെ വാല്യൂ ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടും. റേഡിയസ് r ഈസ് ഈക്വൽ ടു 14 മീറ്ററാണ്. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 2 ആദ്യം തന്നെ ബൈ എഴുതുക. അടുത്ത 2 × π × r വാല്യൂ 14 കൊടുക്കുക. താഴെ ഡിവിഷൻ ഇടുക. താഴെ എത്ര എഴുതണം? 4 എഴുതണം. ഇനി ഇതും കൂടി കട്ടായി പോയാൽ താഴെ എത്ര വരും? 2. ഈ 2ഉം 14 നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ 7. അപ്പോൾ 7π എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എത്ര കിട്ടും? 7π 7π എന്ന് കിട്ടും. ഇങ്ങനെയൊന്നും ആൻസർ എവിടെയും കൊണ്ട് എഴുതരുത്. കൃത്യമായിട്ട് അടുത്ത് തന്നെ എഴുതുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 7π എന്ന് എഴുതും. ഇത് ആൻസർ കംപ്ലീറ്റ് അല്ല. ഇത് നിങ്ങൾക്ക് ആൻസർ കംപ്ലീറ്റ് ആണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് എഴുതണം. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്?
കിലോമീറ്റർ മീറ്ററും ഒക്കെ ഉണ്ട്. ഇവിടെ SI യൂണിറ്റ് തന്നെ എഴുതണം. SI യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. അപ്പോൾ 7 പൈ മീറ്റർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിനകത്ത് ഡിസ്റ്റൻസ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഞാനതിങ്ങനെ വരച്ച് ഇതിനെ കുറച്ചും കൂടി വലുപ്പത്തിൽ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഒരു വലിയ സർക്കിൾ വരച്ച് കാണിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഈ പുറമേ ഉള്ള കർവേച്ചറാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇത് നമ്മൾ കാണിക്കുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇതിൻ്റെ ഒരു സൈഡ് നമുക്കറിയാം 14 മീറ്ററാണ്. ഈ സൈഡ് എത്ര തന്നെയാണ്? 14 മീറ്റർ. കാരണം അതെന്താ? അത് റേഡിയസ് ആണ്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. പിന്നെ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലം ഇത് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ബേസിൻ്റെ സ്ക്വയറും ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും കൂടിയും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരുന്നു. അപ്പോൾ നിങ്ങൾ വേഗം അതൊന്ന് എഴുതിയെടുത്ത് പഠിച്ചു വയ്ക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിൽ കൂട്ടണം? ബേസിൻ്റെ സ്ക്വയറും ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്താലാണ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ കിട്ടുക. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ അല്ല വേണ്ടത്, ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലെങ്ത് നമ്മുടെ ഇവിടെ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സ്പെല്ലിങ് കംപ്ലീറ്റ് ആക്കി എഴുതുക. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. H തന്നെയായിരിക്കും. ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമ്മൾ പതിവ് പോലെ തന്നെ H സ്ക്വയർ ഈക്വൽ ടു, കാണുന്നില്ല അല്ലേ? H സ്ക്വയർ ഈക്വൽ ടു ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് കൊടുത്തു? ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് കൊടുത്തു. ബേസ് എത്ര? 14 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. ബേസിൻ്റെ സ്ക്വയർ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ 14 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ. ഒരു സംഖ്യേനെ 2 തവണ കൂട്ടുന്നതിന് പകരം നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 × 14 സ്ക്വയർ എന്നുള്ള ആൻസർ വന്നു. ഓക്കെ, ഇനി ബേസിക്കായിട്ട് നന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് H സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി. H സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 2 × 14 സ്ക്വയർ എന്ന ആൻസർ കിട്ടി. പക്ഷേ നമുക്ക് സ്ക്വയർ അല്ല വേണ്ടത്, H ആണ് കണ്ടുപിടിക്കേണ്ടത്. H നമ്മുടെ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി H ഈസ് ഈക്വൽ ടു, ഈ 2നെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താകും? ഇതിപ്പോൾ എന്താണ്? 2 അല്ല, സ്ക്വയർ ആണ്. സ്ക്വയർ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് വന്നാൽ എന്തായിട്ട് വായിക്കണം? സ്ക്വയർ റൂട്ട് ആവും. സ്ക്വയർ റൂട്ട് 2 × 14 സ്ക്വയർ. ഇത് ബേസ് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ റൂട്ട് ആർക്കൊക്കെ കൊടുക്കണം? സ്ക്വയർ റൂട്ട് 2 പേർക്കും കൊടുക്കണം. അപ്പം 2ന് സ്ക്വയർ റൂട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്താവും? √2 ഇൻറ്റു പിന്നെ 14 സ്ക്വയറിന് സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യണം. സ്ക്വയർ റൂട്ട് ഓഫ് 14 സ്ക്വയർ. ഇങ്ങനെ വന്നു. ഇനി ഇതിൻ്റെ വാല്യൂ എന്താണ്? അത് √2 തന്നെയാണ്. ഈക്വൽ ടു √2 തന്നെ ഇൻറ്റു. ഇനി ഇതിനൊരു കറക്റ്റായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇത് വായിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇതെന്താണ്? സ്ക്വയർ. ഇതെന്താണ്? സ്ക്വയർ റൂട്ട്. സ്ക്വയറും സ്ക്വയർ റൂട്ടും തമ്മിൽ എന്താവും? ക്യാൻസലാവും. അപ്പോൾ ആൻസർ എന്ത് വരും? 14 വരും. അപ്പം നമുക്ക് 14√2 മീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ. 14√2 മീറ്റർ. ഇതെന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഡിസ്റ്റൻസ് ആണോ? അല്ല, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിച്ചത്. നമ്മളിവിടെ എഴുതി കൊടുക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു, ഫുള്ളായിട്ട് എഴുതണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു 14√2. യൂണിറ്റ് എഴുതാൻ വേണ്ടി മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ് യൂണിറ്റ് മീറ്റർ. ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഒരേ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാനിവിടെ എഴുതി തരുന്നു. ബേസ് പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സംഖ്യയുടെ 5ൻ്റെ സ്ക്വയറാണ് 25 എങ്കിൽ ഈ 2നെ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചാൽ എന്തായിട്ട് മാറും? ഈ 2 ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ 5ൻ്റെ മേളിൽ ഇനി 2 ഉണ്ടാവില്ല. ഈക്വൽ ടുൻ്റെ നേരെ താഴെ ഈക്വൽ ടു. പക്ഷേ ഈ 2 ഇപ്പുറത്ത് വരുന്ന കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താവും? 25 സ്ക്വയർ റൂട്ട് 25 എന്നാകും. അല്ലെങ്കിൽ നമുക്ക് അതിന് പകരം എന്തെന്ന് എഴുതാം? 25 ഇവിടെ ഇരിക്കുന്ന 2 ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും? (1/2). ഈ 1/2 എന്ന് പവർ എഴുതുന്നതിന് പകരമാണ് √2 എന്ന് എഴുതുന്നത്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.